ഹായ് ഓൾ, ദിസ് ഈസ് സുജിനി വിപിൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് ആളുകൾക്കും അറിയില്ല, തുടക്കക്കാർക്ക്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മുടെ ലിങ്ക് ഇട്ട് കൊടുക്കുക, എങ്ങനെ ഓർഡർ ചെയ്യണം, അതും ചില ആളുകൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ സ്റ്റോർ ലിങ്ക് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പ്രോഡക്ട്സുകൾ ഓർഡർ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോർ ലിങ്ക് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വെർച്വൽ ഓഫീസ് ആപ്പ് ഉണ്ട് അല്ലേ. ആ ഒരു ആപ്പ് എന്ത് ചെയ്യുക, ആദ്യം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വെർച്വൽ ഓഫീസ് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ വെർച്വൽ ഓഫീസ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് സൈൻ ഇൻ കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ഓർഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത് ഹോം കഴിഞ്ഞിട്ട് ഓർഡേഴ്സിൽ പോവുക. അതിൽ മൂന്നാമത്തത് ഒരു സ്റ്റോർ ലിങ്ക് എന്നുണ്ടാവും. സ്റ്റോർ ലിങ്കിൻ്റെ തൊട്ട് താഴെയിട്ട് കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഗെറ്റ് ലിങ്ക് എന്നൊരു പേജ്, ചെറിയൊരു പേജ് ഓപ്പൺ ആവും. അവിടെ കോപ്പി ലിങ്ക് എന്ന റെഡ് കളറിലൊരു ചതുരത്തിലുണ്ടാവും. അതിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരു കസ്റ്റമറിന് കൊടുക്കാനാണെങ്കിൽ ആ കസ്റ്റമറുടെ വാട്സപ്പിലേക്ക് നമ്മളിത് സേവ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ല ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാട്സപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ അവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെർച്വൽ ഓഫീസിൻ്റെ സ്റ്റോർ ലിങ്ക്, അത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യേണ്ട സ്റ്റോർ ലിങ്ക് എന്ത് ചെയ്യും, ഇവിടെ വിസിബിൾ ആവും. അത് നമ്മൾ സെൻഡ് ചെയ്യാം. ഇനി അതിന് ശേഷം ഇനി ഒരു കസ്റ്റമർ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, നമ്മൾ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, പിൻകോഡ് ആദ്യം തന്നെ ഏത് സ്ഥലത്തേക്കാണ് പ്രോഡക്റ്റ് വേണ്ടത് ആ ഒരു സ്ഥലത്തിൻ്റെ പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഏരിയയിലെ പിൻകോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പിൻകോഡിലായിരിക്കും പ്രോഡക്റ്റ് വരിക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പിക്ചേഴ്സ് കാണാം. അതിന് മുൻപായിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന പിൻകോഡിലേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ ഡെലിവറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ഡെലിവറി, ഇവിടെ പിൻകോഡ് ഓപ്ഷൻ വരും. ചെക്ക് ഡെലിവറി ഉണ്ട്, അവിടെ ചെക്ക് ഡെലിവറി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ശേഷം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുക, ഓരോ പ്രോഡക്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ആഡ് ടു കാർട്ട് എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഞാൻ ആദ്യം ഐപ്പിൾസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഐപ്പിൾസ്, എത്ര പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 അപ്പോൾ ഞാൻ 2 പൾസാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് എന്നുള്ളിടത്ത് നമ്മൾ പ്ലസ് കൊടുക്കുക. ഇനി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറയും. ഇപ്പോൾ ഞാൻ 2 പൾസും 2 കോഫിയും ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആഡ് ടു കാർട്ട് 2 പൾസ് 2 കോഫി ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് ടു കാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കുക, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മൊബൈൽ നമ്പറാണ്. ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മൊബൈൽ ഇതിൽ സൂട്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ പേരും ഇമെയിൽ ഐ ഡി ആയിരിക്കും അടുത്തത് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ആയതുകൊണ്ട് നേരെ OTP വരുന്നു. അപ്പോൾ ഞാൻ ആ OTP ടൈപ്പ് ചെയ്യുന്നുണ്ട്. OTP ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് മുൻപ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് ആദ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ പേരും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഞാൻ ഓൾറെഡി ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഉണ്ട്. പേര് ഒരു ഷിപ്പിംഗ് ഡീറ്റെയിൽ പേര് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുമ്പോൾ അവിടെ വിപിൻദാസ് എന്ന് തോന്നുന്നു. കാരണം മൊബൈൽ നമ്പർ ഇന്ന വ്യക്തിയുടേതായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
പിന്നെ അഡ്രസ് ലൈൻ 2-ൽ നമുക്ക് സ്ഥലം അടിച്ചു കൊടുക്കണം. പിന്നെ പോസ്റ്റ് ഓഫീസ് നമുക്കവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഓഫീസ് ചില ആളുകൾക്ക് എന്ത് ചെയ്യുക, പിൻകോഡ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില ആളുകൾക്ക് ഇവിടെ ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യും, ഒരു മാപ്പിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിൻകോഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പോസ്റ്റ് ഓഫീസ് ഓപ്ഷൻസ് വരും. ആ ഒരു പിൻകോഡിലുള്ള അതിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പിന്നെ സിറ്റി, ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റ്, കൺട്രി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം കൺഫ്യൂഷൻസ് വരും. അതിൽ 4ാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കൺസെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ 4ാമത്തത്, അതായത് നമ്മുടെ ID നമ്പറോട് കൂടിയിട്ടുള്ള ഒരു ഡീറ്റെയിലാണ് വരുന്നത്. അപ്പോൾ ആ കൺസെൻറ്റിൽ, അതായത് 4ാമത്തെ ഓപ്ഷനിൽ മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യാവൂ. ദെൻ പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പം ഓർഡർ കൺഫർമേഷൻ ലെറ്റ്സ് ഗോ എന്നുള്ളത് ഇനി പേയ്മെൻറ്റാണ്. ഇനി പേയ്മെൻറ്റ് മെത്തേഡാണുള്ളത്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വരും, എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് വരും. അതായത് ഗൂഗിൾ പേ ആണോ, അതോ എന്താ പറയുക, കാർഡ് വെച്ചിട്ടാണോ, വാലറ്റ് ഉപയോഗിച്ചിട്ടാണോ, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, ഗൂഗിൾ പേയിലേക്ക് പോകും. അപ്പോൾ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ട് നേരെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓർഡർ ആവുന്നതായിരിക്കും. ഈ ഒരു ഓർഡർ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വെർച്വൽ ഓഫീസിൽ അതിലെന്താണ് ഓർഡർ ഡീറ്റെയിൽസിൽ പോയാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, സോ താങ്ക് യു ഓൾ.